എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് തമുക്ക് നേർച്ച ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. തമുക്ക് നേർച്ച എന്ന് പറയുമ്പോഴത്തേക്ക് അത് കോട്ടയം ജില്ലയിലെ കൊടമാളൂർ ദേവാലയത്തിൽ പെസഹ ദിവസം കൊടുക്കുന്ന ഒരു നേർച്ചയാണ്. ആ ദേവാലയത്തിലെ കുമാരനെല്ലൂർ നിവാസികൾ അവരുടെ എല്ലാ വർഷവും കിട്ടുന്ന വിഹിതത്തിൻ്റെ അവർക്ക് ലഭിച്ച ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നോയമ്പെടുത്ത് പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന ഒരു നേർച്ചയാണ് ഈ തമുക്ക് നേർച്ച. പിന്നെ ഞാൻ ഒരു കൊടമാളൂർ ഇടവകമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ആ ഇടവകയല്ല, എന്നെ കെട്ടിച്ചു വിട്ടു. പക്ഷേങ്കിലും എപ്പോഴും എന്നും എനിക്ക് കൊടമാളൂർ ഇടവകയിലെ അംഗമെന്ന് പറയാനാണ് ആഗ്രഹം. കാരണം ഒരുപാട് നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അതിന് എക്സാമ്പിളാണ് ഈ നീന്ത നേർച്ച. ഈ നീന്ത നേർച്ച കോട്ടയം ജില്ലയിലെ ഞങ്ങളുടെ കൊടമാളൂർ പള്ളിയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊക്കെ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് കണ്ടു വളർന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിലേറിയേക്കുന്ന ഇങ്ങനത്തെ ചില ചിന്തകളൊക്കെ എപ്പോഴും നമുക്ക് നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നമ്മൾ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയാലും എപ്പോഴും പെസഹ അല്ലെങ്കിൽ ദുഃഖവെള്ളി ഈ ദിവസങ്ങളിൽ ഫസ്റ്റ് വരുന്നത് ഈ കൊടമാളൂർ പള്ളിയിൽ ഇങ്ങനത്തെ നമ്മുടെ വീടാനുഭവ ദൃശ്യങ്ങളാണ് മനസ്സിലോട്ട് എപ്പോഴും വരുന്നത്. പ്രത്യേകിച്ച് പെസഹ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് നീന്ത നേർച്ച തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ച ഉണ്ടാവും. അത് അപ്പോൾ ഒരുപാട് ബന്ധുക്കളൊക്കെ മറ്റ് ഇടവക അംഗങ്ങളായ ബന്ധുക്കളൊക്കെ ഇവിടെ വരും, അവർ നമ്മുടെ വീട്ടിൽ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീലിംഗ് ആണ്. അപ്പം ഇപ്പോഴും എന്നും എനിക്കെപ്പോഴും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രൗഡ് എന്ന് പറയുന്നത് ഞാൻ കോട്ടയം ജില്ലയിലെ കൊടമാളൂർ ഇടവക ദേവാലയത്തിലെ അംഗം എന്ന് എവിടെയും പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ പ്രൗഡും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. റെസിപ്പി ഒന്നുമില്ല, ആകെപ്പാടെ നമുക്ക് ആദ്യം വറുത്ത് നന്നായിട്ട് പൊടിക്കണം കുത്തരി. അതിന് ശേഷം നമുക്ക് തേങ്ങ ചിരകിയെടുക്കണം, ശർക്കര പാനിയാക്കി എടുക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. പിന്നെ നമുക്ക് ഞാലിപ്പൂവൻ വേണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ ഞാലിപ്പൂവൻ പഴം ഇല്ലാത്തത് കൊണ്ട് ഞാൻ റോബസ്റ്റ പഴം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ. മിക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി വറുത്ത് നന്നായിട്ട് പൊടിക്കണം. എൻ്റെ അരി വറുത്തത് നന്നായിട്ട് പൊടിച്ചിട്ടില്ല. ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ ശർക്കര പാനി ഒഴിക്കുക. എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അതും ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഴം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇടേണ്ടത് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യണേ. ഇത് ചെയ്യുമ്പം ഒരു മണമാണ്, നല്ല മണമാണ്. ആ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പം തന്നെ കഴിക്കുന്നത്. പക്ഷേ അപ്പം തന്നെ കഴിക്കല് ഒരമണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെച്ച ശേഷമുള്ള കഴിക്കാവുള്ളൂ. നമ്മൾ എത്രയൊക്കെ വീട്ടിലുണ്ടാക്കിയെന്ന് വെച്ചാലും പള്ളിയിൽ നിന്ന് കിട്ടുന്ന ആ പണ്ടത്തെ ആ കുഞ്ഞുനാളിൽ പള്ളിയിൽ പോയി ഇടിയും തൊഴിയൊക്കെ കൊണ്ടിട്ട് നിലത്തൊക്കെ വീണ് ആ കിട്ടുന്ന ആ തമുക്ക് നേർച്ചയുടെ ടേസ്റ്റൊന്നും വീട്ടിലുണ്ടാക്കുന്ന ഒരു തമുക്ക് നേർച്ചയ്ക്കും വരില്ല. അത് അച്ഛൻ പള്ളിയിൽ പ്രാർത്ഥിച്ച് വെഞ്ചിച്ച് നോയമ്പെടുത്ത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. അപ്പം എല്ലാവരും അറിയാവുന്നവരൊക്കെ തമുക്ക് നേർച്ച ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ആക്കുന്ന എല്ലാ കൊടമാളൂർ നിവാസികൾ, അതായത് കോട്ടയം ജില്ലയിൽ ഇപ്പം അവിടെ താമസിക്കാത്ത എല്ലാ നിവാസികളുടെയും മനസ്സിൽ ഈ നൊസ്റ്റാൾജിക് ഫീലിംഗ് വന്നിട്ടുണ്ട്.